ഹായ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കണമല്ലോ. ഞാനും സുഖമായിരിക്കുന്നു. എല്ലായിടവും നല്ല മഴയാണ്, നിറയെ മഴയും വെള്ളവും ഒക്കെയാണ്. അപ്പം ആരൊക്കെ തടഞ്ഞു വെച്ചാലും എൻ്റെ സ്നേഹം ഭൂമി ആസ്വദിക്കുക തന്നെ ചെയ്യുമെന്നാണ് മഴ പറയുന്നത്. അഴകുള്ള രൂപങ്ങൾ കണ്ണുകൾക്ക് ഒരു നിമിഷത്തെ സന്തോഷം നൽകിയേക്കാം, പക്ഷേ സ്നേഹമുള്ള മനസ്സുകൾ ജീവിത അവസാനം വരെ നമുക്ക് സന്തോഷം തന്നുകൊണ്ടേയിരിക്കും. ഇത് നല്ലൊരു വാചകമാണ്. അങ്ങനെയാണ് നമുക്കിപ്പം എല്ലാ ആൾക്കാരെയും എല്ലാ കാര്യത്തും എല്ലാത്തിനും നമുക്ക് സന്തോഷിപ്പിക്കാൻ പറ്റില്ല. പക്ഷേ എന്താണ്, നല്ല ഒരു വാക്കുകൊണ്ട് ഒരു മനുഷ്യനെ സന്തോഷിപ്പിക്കാൻ പറ്റും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നല്ല രീതിയിൽ വിഷമിച്ചിരിക്കുന്ന ഒരാൾക്ക് നമ്മൾ എന്ത് തന്നെ കൊടുത്താലും അതൊരു പ്രയോജനം, അതിൽ ഒരു കാര്യമില്ല, അല്ലെങ്കിൽ അതുകൊണ്ട് അയാൾക്ക് ഒരു ആശ്വാസം ഉണ്ടാവില്ല. പക്ഷേ ആ മനസ്സിന് സാന്ത്വനപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു വർത്തമാനം നമ്മൾ പറഞ്ഞു നോക്ക്, അത് മതിയാവും. അല്ലെങ്കിൽ വിഷമിച്ചിരിക്കുന്ന ആളിൻ്റെ ആ വിഷമം കേൾക്കാനുള്ള ഒരു മനസ്സ് മാത്രം മതിയാവും, അവരുടെ വിഷമം പൂർണ്ണമായിട്ട് മാറും. അപ്പോൾ കേൾക്കാൻ ആളുണ്ട് എന്ന് തോന്നുന്നത് വലിയൊരു ആശ്വാസമാണ്. അതാണ് പറയുന്നത്. അപ്പം നമ്മളെ സ്നേഹിക്കാനുള്ള ആൾക്കാരും ഉണ്ടാകുന്നറിയുമ്പോഴും നമ്മൾ വളരെയധികം ഹാപ്പി ആയിരിക്കും. ആർക്കും ഒന്നും കൊണ്ടുകൊടുത്ത് അല്ലെങ്കിൽ ആർക്കും ആരെയും ഒന്ന് കൊടുത്തും നമുക്ക് നിറയ്ക്കാനോ അല്ലെങ്കിൽ സന്തോഷിപ്പിക്കാനോ കഴിയില്ല. അതുപോലെ തന്നെയാണ് നമുക്കും, നമ്മളെ അങ്ങനെ തന്നെയാണ്, തിരിച്ചും അങ്ങനെയാണ്. ആർക്കും അങ്ങോട്ടും മാത്രമല്ല ഇങ്ങോട്ടും അങ്ങനെയാണ്. അപ്പോൾ കാണുമ്പോൾ ഉള്ള ഒരു പുഞ്ചിരിയും അല്ലെങ്കിൽ സ്നേഹത്തോടെയുള്ള വാക്കുകളും ഇതൊക്കെ മതി ഒരു മനുഷ്യന് സന്തോഷിക്കാൻ. സ്നേഹമുള്ള മനസ്സുകളെന്ന് ഉദ്ദേശിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ആൾക്ക് ഇല്ലാത്ത സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് സഹായിക്കാം. എപ്പോഴും നമ്മളെ കൊണ്ട് പറ്റില്ല. ഇപ്പം ഒരു നേരത്തെ ആഹാരം, പിന്നെ അല്ലെങ്കിൽ ഇപ്പം ഒരു നേരത്തെ മരുന്ന് വാങ്ങാനുള്ള പൈസ, ഇങ്ങനെയൊക്കെ നമുക്ക് കൊടുത്ത് സഹായിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. പക്ഷേ ഈ കൊടുക്കുന്ന കാര്യങ്ങൾ ഞാനത് അയാൾക്ക് അല്ലെങ്കിൽ ആളിന് ഇന്നതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കുക, അതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനവുമില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ ഈ വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാൻ പാടില്ല എന്നാണ്. പ്രത്യേകിച്ച് ദാനങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ചെയ്യുക, അതൊക്കെ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഫലം ദൈവമാണ് നമുക്ക് തരുന്നത്. അത്യാവശ്യ ഘട്ടങ്ങളിൽ മനുഷ്യൻ ഉപകാരങ്ങൾ ചെയ്യണം, അതുപോലെ തന്നെ ദാനങ്ങളും ചെയ്യണം. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം നമ്മളെ മക്കൾക്ക് തന്നെയാണ് കിട്ടുന്നത്. നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ അതിൻ്റെ ഫലം നമ്മുടെ മക്കൾക്ക് കിട്ടും. പക്ഷേ നമ്മൾ മോശം ചെയ്താലോ അതും അവർ തന്നെ അനുഭവിക്കണ്ടേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും നല്ല കാര്യങ്ങൾ തന്നെ ചെയ്യാൻ നോക്കുക. ദാനധർമ്മങ്ങൾ ഇതൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മൾ ഭയങ്കര പണക്കാരോ അങ്ങനെയൊന്നും അല്ല. ഉള്ളതിൽ പങ്ക് വിശന്നിരിക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ആരെങ്കിലും 5 രൂപ ചോദിച്ചാൽ അങ്ങനെ, അതും അർഹതപ്പെട്ടവർക്ക് മാത്രമേ കൊടുക്കാവൂ എന്നാണ് ഞാൻ പറയുള്ളൂ. അർഹതയില്ലാത്തവർക്ക് കൊടുത്തിട്ട് കാര്യമില്ല കേട്ടോ. അർഹതയുള്ളവർക്ക്, അത് അർഹിക്കുന്ന ആൾക്ക് തന്നെ കൊടുക്കണം. അല്ലാതെ എല്ലാ സുഖസൗകര്യങ്ങളും ഉള്ള ഒരാളിന് നമ്മൾ കൊടുത്തിട്ട് എന്താണ് പ്രയോജനം? അവർക്ക് എപ്പോഴും കുറ്റം പറയാനേ നേരം ഉണ്ടാവുള്ളൂ. തന്നില്ല, അല്ലെങ്കിൽ തന്നത് കുറഞ്ഞു പോയി, അങ്ങനെയൊക്കെയുള്ളൊരു പരിഭവങ്ങൾ എന്തിനാണ് നമ്മൾ കേൾക്കുന്നത്? പക്ഷേ അർഹതയുള്ള ഒരാളിനാകുമ്പോൾ അത് ആ ഒരു കൈനീട്ടി വാങ്ങുമ്പോൾ അവരുടെ ആ മുഖത്തുണ്ടാകുന്ന ഒരു സന്തോഷം മാത്രം മതി നമുക്ക്. നമ്മുടെ നല്ല പ്രവൃത്തികൾ കണ്ട് ഭഗവാൻ തന്നെ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. നമുക്ക് ഏതിനും കൂടെ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മളെപ്പോഴും ഏത് സമയവും സദാസമയവും നമ്മുടെ മനസ്സിൽ ദൈവവിശ്വാസം ഉണ്ടാവണം. എപ്പോഴും നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലെങ്കിൽ നമുക്കൊരു നാമം എപ്പോഴും നമ്മൾ പരമശിവനെയാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ നമശിവായ. ഹിന്ദുക്കളുടെ കാര്യമാണ് പറയുന്നത്. ക്രിസ്ത്യൻസ് ആണെങ്കിൽ യേശുവപ്പനെ വിളിക്കും, അള്ളാഹു. ഇങ്ങനെയുള്ള നമ്മൾ ഏത് മതസ്ഥരാണോ, ക്രിസ്ത്യൻസ്, മുസ്ലിംസ്, ഹിന്ദുക്കൾ, ഇങ്ങനെ അവർ ഏത് ദൈവത്തെയാണോ പ്രാർത്ഥിക്കുന്നത് ആ ദൈവത്തിൻ്റെ മന്ത്രങ്ങൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കണം. അപ്പോൾ നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യും, നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ചിന്തകൾ വരുമ്പോൾ നമ്മുടെ പ്രവൃത്തിയും ഓട്ടോമാറ്റിക്കായിട്ട് നല്ല രീതിയിലുള്ള പ്രവൃത്തികൾ വരും. നമ്മൾ ഒന്നിനും പരിഭവവും പരാതിയും പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ കുറ്റം പറഞ്ഞുകൊണ്ട് വിഷമിച്ചൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ലൈഫിലും ഫുൾ അങ്ങനെ തന്നെ നെഗറ്റീവായിക്കൊണ്ടേയിരിക്കും. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നമ്മളെപ്പോഴും പോസിറ്റീവായിരുന്നാൽ മാത്രമേ പോസിറ്റീവ് ചിന്തകളും പോസിറ്റീവ് പ്രവൃത്തികളും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇതിനെല്ലാം ഈശ്വര കടാക്ഷം വേണമെങ്കിൽ ഭഗവാനെ മുറുകെ പിടിക്കുക, നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക, മനസ്സുരുകി വിളിക്കുക. ഭഗവാൻ കൂടെ ഉണ്ടാകുമ്പോൾ നല്ല പ്രവൃത്തികൾ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളും ഓട്ടോമാറ്റിക്കായിട്ട് മാറും. അതുപോലെ തന്നെ നമുക്ക് കൂടെ ഉള്ളവരെയും മാറ്റിക്കൊണ്ടുവരാം, നല്ല പ്രവൃത്തികളിലേക്ക് മാറ്റിയെടുക്കാം എല്ലാവരെയും നമുക്ക്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ വിശേഷങ്ങളും പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.